ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനു വേണ്ടിയുള്ള ഗംഗാവലിപ്പുഴയിലെ തിരച്ചിൽ ഏറെക്കുറെ നിലച്ച അവസ്ഥയിലായി. കര നാവികസേന അംഗങ്ങൾ ഇന്നലെ തിരിച്ചുപോയി. ഞായറാഴ്ച തിരച്ചിൽ നടത്തിയ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളും ഇന്നലെ ഇറങ്ങിയില്ല. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ ഏതാനും അംഗങ്ങൾ പുഴയിൽ ബോട്ടുമായി ഇറങ്ങിയെങ്കിലും കാര്യമായ നീക്കങ്ങളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായില്ല. അതേസമയം രക്ഷാദൗത്യത്തിന് തൃശൂരിൽ നിന്ന് വിദഗ്ധ സംഘം കർണാടകയിലെ അങ്കോളയിലെത്തി. തൃശൂരിൽ കൃഷി വകുപ്പിന്റെ കയ്യിലുള്ള ട്രെഡ്ജിംഗ് യന്ത്രം പ്രയോജനപ്പെടുത്താനാവുമോ എന്ന് പഠിക്കാനാണ് സംഘം എത്തിയത്. കുത്തഴുക്കുള്ള ഗംഗാവലി പുഴയിൽ യന്ത്രം ഉറപ്പിച്ച് നിർത്താനാവുമോ എന്ന് പഠനം നടത്തും. പുഴയുടെ ആഴവും പഠിക്കണം. വിദഗ്ധ സംഘം ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് അനുകൂലമായാൽ യന്ത്രം ഉടൻ കർണാടകയിലെത്തിക്കും. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി കോൾ നിലയങ്ങളിൽ തോടുകളും ചാലുകളും നിർമ്മിക്കാനും വൃത്തിയാക്കാനും ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണിത്. കോൾ നിലയങ്ങളിൽ ചണ്ടിയും ചെളിയും നീക്കാനാണ് ഈ യന്ത്രം ഉപയോഗിക്കാറുള്ളത്. ഒഴുകി നടക്കുന്ന ബോട്ടിൽ മണ്ണുമാന്തി യന്ത്രം ഘടിപ്പിച്ചാണ് ഡ്രഡ്ജിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്. ഇത് ഏത് ദിശയിലേക്കും നീക്കാൻ കഴിയുമെന്നാണ് ഈ യന്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. മാത്രമല്ല വെള്ളത്തിലും കരയിലും ഒരേപോലെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. പുഴയിലെ 20 അടി വരെ ആഴത്തിലുള്ള സാധനങ്ങൾ ഇതിലൂടെ ഉയർത്തിയെടുക്കാനാകും. 70 HP മോട്ടോർ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. തൃശൂർ കോൾ നിലയങ്ങളിൽ കാർഷിക പ്രവൃത്തികൾക്ക് യന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി യന്ത്രത്തിന്റെ പണികൾ അടിയന്തിരമായി പൂർത്തീകരിച്ചിരുന്നു. നേരത്തെ യന്ത്രം കൃഷിവകുപ്പ് വാങ്ങി കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിന് കൈമാറുകയായിരുന്നു. ഡ്രഡ്ജർ ഇപ്പോൾ തൃശൂർ എൽത്തുരുത്തിലെ പാടശേഖരത്തിലാണുള്ളത്. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞാലേ ഈ യന്ത്രം ഉപയോഗിച്ചും തിരച്ചിൽ സാധ്യമാകൂ എന്നാണ് വിവരം. ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഡോക്ടർ AJ വിവൻസി, VS പ്രതീഷ്, ഡ്രഡ്ജിംഗ് യന്ത്രം രൂപകൽപ്പന ചെയ്ത നിതിൻ ലാൽ എന്നിവരാണ് സംഘത്തിൽ ഉൾപ്പെടുന്നത്. അതേസമയം അർജുനായുള്ള തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അർജുന്റെ സഹോദരി അഞ്ജു പറയുന്നത്. അർജുനെ പോലെ തന്നെ മറ്റ് 2 പേരെയും തിരിച്ചു കിട്ടാനുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നത് വരെ യാതൊരു കാരണവശാലും രക്ഷാദൗത്യം നിർത്തരുതെന്നുമാണ് അഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാലാവസ്ഥയുടെ കാര്യം നമുക്കറിയാം. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയും ഇന്ന് ലഭ്യമാണ്. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്റെ ഭർത്താവാണ് കുടുംബത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോറി കണ്ടുവെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് അതേക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇക്കാര്യത്തിൽ ചെറിയ വിഷമമുണ്ട്. ആരെയും കുറ്റം പറയുകയല്ല. അർജുനെ കാണാതായിട്ട് ഇപ്പോൾ 13 ദിവസമായി. അമ്മ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്റെ മകന് എന്താണ് പറ്റിയതെന്ന്. ഈ 13 ദിവസമായിട്ട് ഞങ്ങൾ ഇനി എന്താണ് പറയുക, എന്നാണ് തിരിച്ചു വരിക, ഒന്നും അറിയില്ല. ഇത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം കേരളത്തിന്റെ സമ്മർദ്ദം ശക്തമാണെങ്കിലും എല്ലാ സാധ്യതകളും തേടിയെന്നും ഇനിയൊന്നും ചെയ്യാനില്ലെന്നുമുള്ള നിലപാടിൽ തന്നെയാണ് കർണാടക. നേരത്തെ തന്നെ രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് യന്ത്രങ്ങൾ എത്തിക്കുന്നതിനാലാണ് 4 ദിവസത്തേക്ക് ദൗത്യം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. തീരുമാനത്തിന് പിന്നാലെ കേരളത്തിലെ ജനപ്രതിനിധികളടക്കം സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. തിരച്ചിൽ നിർത്തിയത് കേരളവുമായി കൂടി ആലോചിക്കാതെയാണെന്നായിരുന്നു മന്ത്രി റിയാസ് പറഞ്ഞത്. എന്തായാലും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. അർജുൻ കണ്ടുകിട്ടുന്നതുവരെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളും കൈയൊഴിഞ്ഞിരിക്കുന്നു.